അയ്യോ, ഒരുപാട് നാളായി വിചാരിക്കുകയാണ് ഈ ഫോണിൻ്റെ കേസ് ഒന്ന് മാറ്റണമെന്ന്. ഇത് ഞാൻ ഏകദേശം 1 വർഷത്തിന് മുന്നേ വാങ്ങിച്ചൊരു ഫോണാണ്. അതിൻ്റെ കൂടെ ഫ്രീ കിട്ടിയ കേസാണ്. എന്തായാലും ഇതൊന്ന് മാറ്റി കളയാം. ഇത് സാധാരണ കുറേ നാൾ ഉപയോഗിക്കുമ്പോൾ അഴുക്കൊക്കെ കയറി വെള്ള കളറായിരുന്നു, നമ്മുടെ ട്രാൻസ്പ്ലാന്റ് കളറായിരുന്നു. പക്ഷെ അഴുക്കൊക്കെ കയറി എല്ലാം പൊടിഞ്ഞൊരു പരുവായിട്ടുണ്ട്. ഇപ്പോൾ പുതിയൊരു സാധനം ഓർഡർ ചെയ്തിട്ടുണ്ട്. നമുക്കതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. ഇത് സത്യം പറഞ്ഞാൽ ഇത് കേസ് അല്ല, ഇതൊരു റാപ്പാണ്. റാപ്പ് എന്ന് വെച്ചാൽ എന്തോ നിങ്ങൾക്കറിയില്ല, എനിക്കും അറിയില്ല. ഇതാണ് സാധനം. സ്കിന്നാണെന്നാണ് നമ്മൾ സാധാരണക്കാർ പറയുന്നത്. നമുക്കിതൊന്ന് നോക്കാം. പാക്കിംഗ് ഒക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇവിടെ. ഇതാണ് സാധനം. നല്ല സ്മൂത്ത് സാധനമാണ്. അത് PVC ടൈപ്പാണ്, നോർമൽ സ്റ്റിക്കർ ടൈപ്പ്. കുറച്ച് പരിപാടി ഉണ്ട്. പൈപ്സ് 1 2 സെറ്റ് അങ്ങനത്തെ ഒരു സംഭവം തന്നിട്ടുണ്ട്. നല്ല കട്ടിയുള്ള പേപ്പറിലാണ് അവർ പാക്ക് ചെയ്ത് തന്നിരിക്കുന്നത്. ഉള്ള നൈസ് പാക്കിംഗ് ആണ്. പിന്നെ അവർ കൂടെ തന്നെ ഇത് തന്നിട്ടുണ്ട്. ഇതിൻ്റെ വില ഏകദേശം ഒരു 250 രൂപയാണ്. ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഒരു ഡിസൈൻ നമുക്ക് തന്നെ അപ്ലോഡ് ചെയ്ത് കൊടുത്ത് അവരത് ചെയ്ത് തരുന്നതായിരിക്കും. എനിക്ക് പിന്നെ ഇത് കണ്ടപ്പോൾ ഇഷ്ടപ്പെട്ടു. ഐക്യുവിൻ്റെ മൊബൈലാണ്, അതുകൊണ്ടാണ് ഞാനിത് എടുത്തത്. ഇതൊരു മീനാണ്, ഏതൊരു രാജ്യത്തെ കൃഷിയാണ്. എന്തായാലും ഒന്ന് നോക്കാം. ചുമ്മാ സ്ക്രീനും കൂടി ഒന്ന് കുറച്ച് കൊടുക്കാം. ഇത് വെറ്റ്, ഇത് ഡ്രൈ. ഇപ്പോൾ വെറ്റിലുള്ള സാധനം തന്നെ നമുക്ക് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്യാം. ഡ്രൈയുടെ ഒരു സാധനം വരുന്നുണ്ട്, കണ്ടില്ലേ? ഇത് വെച്ച് തുടങ്ങേണ്ട ആവശ്യമില്ല, ആൾറെഡി അത് ഡ്രൈ ആയി കാറ്റടിച്ചിട്ട്. ക്യാമറ ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറിയാൽ തീർന്നെന്ന് വിചാരിച്ചാൽ മതി. പൊട്ടിയിട്ടുണ്ട്. ഹാഫ് ഇങ്ങനെ എടുത്തതിന് ശേഷം ക്യാമറയ്ക്ക് ചുറ്റും ആദ്യം ഒന്ന് പ്ലേസ് ചെയ്യണം. ഇനി നമ്മൾ ഇതിന് വലിച്ചു കൊടുത്താൽ മാത്രം മതി. തീർന്നു, ഫിനിഷ്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട്. ഇതാണ് ഫൈനൽ ലുക്ക്. അപ്പോൾ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്, കണ്ടില്ലേ? ഓപ്പണായി പറയുകയാണെങ്കിൽ ഒരു ട്രാൻസ്പ്ലാന്റ് കവറും കൂടി ഇട്ടാൽ മികച്ചതായിരിക്കും. പിന്നെ എല്ലായിടവും ക്ലിയർ ആയിട്ട്, കാര്യം അത് എൻ്റെ ഒരു മിസ്റ്റേക്കാണ്, ഒട്ടിച്ചത് ശരിയായില്ല. ഈ ഒരു സൈഡെന്ന് പറയുമ്പോൾ കുറച്ച് ഇങ്ങോട്ടായി പോയി. അതിൻ്റെ ഒരു വ്യത്യാസം എന്താ, നമുക്ക് ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റുന്നുണ്ട്, അതുപോലെ ഇവിടെ നോക്കുമ്പോഴും ഈ ഒരു എഡ്ജ് മാത്രം, 4 സൈഡത്തെ എഡ്ജ് മാത്രമാണ് ഒരു വ്യത്യാസം തോന്നുന്നത്. പക്ഷേ സാധനം കൊള്ളാം, നല്ല അടിപൊളിയായിട്ടുണ്ട്. പിന്നെ പെട്ടെന്ന് ചറുകി പോകുന്നൊരു ടൈപ്പാണ്, കണ്ടില്ലേ? അതുകൊണ്ട് നമുക്ക് ക്യാരി ചെയ്യാൻ എത്തി ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടൊരു ട്രാൻസ്പ്ലാന്റ് കവറും കൂടി വാങ്ങിച്ചു തരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഓപ്പണായി ജെന്യുനായി പറയുന്നതാണെങ്കിൽ വെറും ബോർ സാധനമാണ്. ലുക്കിന് മാത്രം കൊള്ളാം, അല്ലാതെ കംഫർട്ടബിളിന് വെറും 0 മാർക്ക് എനിക്ക് കൊടുക്കാൻ സാധിക്കുള്ളൂ.
കൂടുതലൊന്നും പറയില്ല. പക്ഷെ അവർ തന്നെ ആ ഒരു സാധനം തന്നിരുന്നെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും 100-ൽ 100 മാർക്ക് കൊടുത്തേനെ. ആ ഒരു പരസ്യം കണ്ടാണ് ഇത് ഓർഡർ ചെയ്തത്. പക്ഷെ വളരെ മോശമായി പോയി. ലുക്ക് കൊള്ളാം, ബാക്കി ഈ മെറ്റീരിയൽ കൊള്ളാം, പക്ഷെ കംഫർട്ടബിളിന് വെറും 0 എന്ന് പറയാൻ പറ്റൂ. നിങ്ങൾ ജെൻസി പിള്ളേർക്കൊക്കെ പറ്റിയ സാധനമാണ്, പറയാതിരിക്കാൻ വയ്യ.